കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക, കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നതും ഒക്കെ നമുക്ക് വൈറ്റമിൻ B12 കുറയുമ്പോൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടോടൊപ്പം തന്നെ ചെറുപ്പക്കാരിൽ പെട്ടെന്ന് തന്നെ പക്ഷാഘാതം പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വൈറ്റമിൻ B12 കുറയുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. മറ്റ് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും നമുക്കൊരു ഉന്മേഷക്കുറവും അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവും ജോലി ചെയ്യാനുള്ളൊരു ക്ഷീണവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ വൈറ്റമിൻ B12 കുറഞ്ഞാലും ഈ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ അഡ്രിനൽ ഹോർമോൺസിൻ്റെയും ഒക്കെ ആ ഒരു വേരിയേഷൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻസ്, മൂഡ് ഡിസോർഡർ, ഇറിറ്റബിലിറ്റി പോലെയുള്ള മാനസിക പ്രശ്നങ്ങളും വൈറ്റമിൻ B12 കുറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ ഒരു ആൾക്ക് നമ്മുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഏതെങ്കിലും ഒരാൾക്ക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സ്വിങ്സുകൾ കാണിക്കാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, ഒരു ഉത്സാഹക്കുറവ്, ഭയങ്കര ക്ഷീണം, പേശികൾക്ക് വേദന, ഈ പറയുന്ന പ്രശ്നങ്ങളും നമുക്ക് നടക്കാൻ പോകുമ്പോൾ വേച്ചു പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നതെങ്കിൽ മിക്കവാറും അവർക്കൊരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിനെയും കുടലിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ വായിൽ പുണ്ണ് വരിക, ഈ പറയുന്ന ലക്ഷണങ്ങളും കൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ആർക്കാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B12 കുറയുന്നതെന്ന് നോക്കാം. ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ കുറയാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതലും ഈ വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാംസത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ B12 കുറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണെങ്കിൽ, ഒട്ടും നോൺ വെജ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. 75 വയസ്സിന് മുകളിലെത്തിയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഇത് കൂടാതെ തന്നെ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ കുടലിൽ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വേണം. അപ്പോൾ നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ, കോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സർജറി ഒക്കെ കുടലിന് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഈ പറഞ്ഞ കൂട്ടുകാരോടൊപ്പം തന്നെ അധികമായിട്ട് മദ്യപാനം ശീലമുള്ള ആൾക്കാർ, കണ്ടിന്യൂസ് ആയിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ ആമാശയത്തിൽ കൃത്യമായിട്ടൊരു ബാക്ടീരിയകളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടക്കാതെ വരികയും അങ്ങനെയും ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. അപ്പം എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ വെജ് ഫുഡ് തന്നെയാണ്. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ പോലെയുള്ള പ്രോട്ടീൻസ്, മുട്ടയുടെ മഞ്ഞ, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, പനീർ, തൈര്, ചീസ്, ഇവയിലൊക്കെ B12 അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികളിലും ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഈ ഒരു ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള സിറിയൽസും പൾസസും ഒക്കെ ഉണ്ട്. ഈ വൈറ്റമിൻ B12 കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സിറിയൽസും പൾസസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇപ്പോൾ അതും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഡോക്ടറോട് അഡ്വൈസ് പ്രകാരം തന്നെ വൈറ്റമിൻ B12 ടാബ്ലറ്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പ്രായം എത്തുന്നതിൻ്റെ മുൻപ് തന്നെ വരാം. ഇനി കറക്റ്റായിട്ട് വൈറ്റമിൻ B12 ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ആമാശയത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ട ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക. ഇതിനോടൊപ്പം തന്നെ അപ്പം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഉലുവ, മാതളം, കരിക്ക്, ഏത്തപ്പഴം, ഇവയിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ pH കറക്റ്റായിരിക്കും, കറക്റ്റായിട്ട് ഒരു അബ്സോർപ്ഷൻ നടക്കാൻ സഹായിക്കും. ഇനിയിപ്പം അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും ഈ ഒരു ജങ്ക് ഫുഡുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത തൈര് ദിവസവും കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പഴങ്കഞ്ഞി, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ലെണ്ണ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ, ഉപ്പിലിട്ടുള്ള ക്യാബേജുകൾ, ക്യാരറ്റ്, ഇവയൊക്കെ ഒരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്രോബയോട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പ്രീബയോട്ടിക്സ് എന്നാണ് പറയാം. പ്രീബയോട്ടിക് ആയിട്ടുള്ളതാണ് പുളിപ്പിച്ചിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ, അപ്പം, ഇവയൊക്കെ പ്രീബയോട്ടിക്കാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വൈറ്റമിൻ B12 അടങ്ങിയത് മാത്രം കഴിച്ചാൽ പോരാ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ കഴിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കറക്റ്റ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി സൈക്കിളിലൂടെ പോവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.